മുശിഫിനെ അറിഞ്ഞിടുന്നേ ദുരിതക്കിനാവുണ്ട് നിന്റെ നിന്നെ ദീപം വിണ്ടാൽ പോലും വന്നില്ല പനി കോപം അറിഞ്ഞ് കിട്ടി വ്യസനത്തിൽ എണീച്ച് നിന്ന് അരുളക്കാണി ബീവി ഒളിമുടിയിടുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരം പോലൊന്നും മാത്രമില്ല പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വലാം നല്ലായിനൊന്ന് കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി ഉമ്മയില്ലാത്ത വിഷമം അറിയിക്കാതെ വളർത്തുന്ന പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫിനെ നന്നായിട്ടൊന്ന് അണിയിച്ചൊരുക്കി. എന്റെ പ്രിയമുള്ളവരെ, എങ്ങോട്ടാ പറഞ്ഞേക്കുന്നത് അറിയോ? തന്റെ കൂട്ടുകാര്, തന്റെ സുഹൃത്തുക്കള്, തന്റെ സഹോദരങ്ങള് കൊല്ലാനാ കൊണ്ടുപോകുന്നത് എന്ന് പോലും അറിയാതെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ മുന്നേ ഇക്കമാരുടെ കൂടെ കളിക്കാൻ പറ്റുമല്ലോ, ഇന്ന് രസിക്കാൻ പറ്റുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ സുബ്ഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നന്നായിട്ട് നണിച്ചൊരുക്കി പാലും അതുപോലെ റൊട്ടിയും മറ്റൊക്കെ പാത്രത്തിൽ പാർസലാക്കി സമയത്തിന് യൂസുഫിനെ കൊടുക്കണട്ടോ എന്നുള്ള ഉപദേശവും കൊടുത്തു. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എന്റെ പ്രിയമുള്ളവരെ തന്റെ 10 മക്കളുടെ സഹോദരങ്ങളെ ഏൽപ്പിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂട്ടിയിട്ട് 10 സഹോദരങ്ങൾ കാട്ടിലേക്ക് പോവുക. പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറേ പുറകെ നിന്നു. കണ്ണെത്താ ദൂരത്തോളം തന്റെ പൊന്നുമോന് പോകുന്നത് പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കുന്നു, ഞാൻ കണ്ട സ്വപ്നം അല്ലാഹുവേ നീ എന്റെ പൊന്നുമോനെ കാക്കണമെന്ന് പറഞ്ഞ് മറഞ്ഞു നിൽക്കുന്നത് വരെ യൂസുഫിനെ കാണാത്തത്രത്തോളം കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി. യാക്കൂബ് നബി അലൈഹി സ്വലാം നോക്കി നിന്നു മാത്രമല്ല തന്റെ പൊന്നുമോനെ കാണാതെ മറഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാം തിരിച്ചു തന്റെ വീട്ടിലേക്ക് വരിക. അപ്പോഴാണ് യാക്കൂബ് നബിയുടെ മകളായ യൂസുഫ് നബിയുടെ താത്തയായ സൈനബ ബീവി ഉറക്കുന്നതൊക്കെ ഞെട്ടി ഈ വിവരമൊന്നും അറിയാതെ പുറത്തോട്ട് വന്നപ്പോ പിതാവിനോട് ചോദിച്ചു, പിതാവേ നിങ്ങൾ എങ്ങോട്ടാ പോയിരുന്നത്? ഒന്നുമില്ല, ഞാൻ നമ്മുടെ യൂസുഫ് നബിയെ പറഞ്ഞേക്കാൻ വേണ്ടി പോയതാ. എങ്ങോട്ടാ? ഒന്നുമില്ല, ഇക്കമാരോട് കളിക്കാൻ വേണ്ടി. ഇന്നലെ അവൻ വാശി പിടിച്ചപ്പോ മനമില്ല മനസ്സോടുകൂടി ഞാൻ പറഞ്ഞയച്ചു. ആ സമയത്ത് സൈനബ ബീവി പറഞ്ഞു, വലിയോൻ കല പോലെ വരും വേണ്ടായിരുന്നു പിതാവേ, ഇത് നമുക്ക് വലിയൊരു വ്യസനത്തിന് ഇടവന്നേക്കാം, ഇത് നമുക്കൊരു സങ്കടക്കടലിന് ഇടവന്നേക്കാം. പറഞ്ഞയക്കണ്ടില്ലായിരുന്നു. പോകുമ്പോ വലിയ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ യൂസുഫ് നബിയെ തോളിലിട്ടുകൊണ്ട് ഇക്കമാര് കൊണ്ടുപോകുക. ഇതൊന്നും അറിയാതെ എന്റെ പ്രിയമുള്ളവരെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെയേറെ സന്തോഷത്തിൽ കാട്ടിലെ കളിയൊന്നും കാണാലോ, ഇക്കമാരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ തുടങ്ങി ചവിട്ടും കൊണ്ട് അടവേ ഉപദ്രവം തുടങ്ങിയുണ്ട്. ചൊടിത്തേ വരേഷം നബിയാർ തന്ന തൂക്കി മാറിയിട്ട് ഇളയിലന്ന കാട്ടിലേക്ക് എത്തുന്നതുവരെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തോളിലേക്ക് ഇരുത്തി. എന്നിട്ട് ഏകദേശം കാടിന്റെ ആ സെന്ററിൽ എത്തിയെന്ന് മാത്രമല്ല തോളിലിരിക്കുന്ന യൂസുഫ് നബിയെ ഒരൊറ്റ ഇറങ്ങോട്ട് കൊടുത്തു. ഒന്ന് എറിഞ്ഞു എന്ന് മാത്രമല്ല
എരിഞ്ഞു എന്ന് മാത്രമല്ല എന്റെ പ്രിയമുള്ളവരെ, 10 സഹോദരങ്ങളോട് കൂടിക്കൊണ്ട് അവ അടിക്കുന്നു, ഇടിക്കുന്നു, ചവിട്ടുന്നു. യൂസഫ് നബിയെ വളരെയേറെ കാഠിന്യമാർന്ന മൂർദ്ധമർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യൂസഫ് നബി പറഞ്ഞു, എന്നെ തല്ലല്ലടാ, എന്നെ ഒന്നും ചെയ്യലടാ, എടാ നിങ്ങളുടെ കൂടെ കളിക്കാൻ വേണ്ടി വന്നവരല്ലേ. സങ്കടത്തോടുകൂടി യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്ന് മാത്രമല്ല, അടികളെ സഹിക്കുവാൻ കഴിവില്ല ശരീരം തന്നിൽ കപടം പിണ്ടവനെ നീ കമർ ശംസോടപേക്ഷിച്ച് ഹനിക്കും എന്നുരത്തിനും അടികൂടരുതേ. അപ്പോൾ കനി യൂസുഫ് യഹൂദാന്റെ അടുക്കലിയെത്തി. ഉടനെ മടിക്കാതെ അവർ മൂലം അടിക്കൈയമ്മേ അതേ പാർത്ത് യഹൂദ തങ്ങളിൽ ചോദിത്ത് അപകട തലത്തിൽ ഉനയിച്ചിരിത്ത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എറിഞ്ഞു മാത്രമല്ല, ശമൂനാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടത്. അടിയായി, തൊഴിയായി, കുത്തായി, ചവിട്ടായി. എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പൊന്നുക്കന്മാരെ, എന്നെ തല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, എന്നോട് അല്പം മയം കാണിക്ക്, എന്ത് തെറ്റാ ഞാൻ നിങ്ങൾക്ക് ചെയ്തു എന്ന് ചോദിക്കുമ്പോ ശമൂൻ പറഞ്ഞു, നീ കണ്ട സ്വപ്നമാ, നിന്നെ കൊല്ലാൻ ഞങ്ങൾക്ക് പ്രേരണ തന്നത്. വരും കാലങ്ങളിൽ ഞങ്ങൾ നിങ്ങൾക്ക് സുജൂദ് ചെയ്യണല്ലേ, നിനക്ക് ഞങ്ങൾ അടിമപ്പെടണമല്ലേ. ഇല്ലടാ യൂസുഫേ, ഈ കാട് വിട്ട് ഒരിക്കലും ഇനി നീ പിതാവ് യാക്കോബ് നബിയുടെ സമീപത്തേക്ക് പോകില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് തീർക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോഴും പൊന്നു യൂസുഫ് പറഞ്ഞു, പൊന്നിക്കമാർ എന്നോട് മയം ചെയ്യും, എന്നെ കാണാതെ പിതാവിന് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റൂല. പക്ഷേ കാലമില്ലെന്നും ഒരു ഭയത്തേടാൻ എനിക്കില്ലെന്നെ മനതിൽ ഉറങ്ങിയിരുന്ന നാമോത്ത് അഹിയേ. കുറേ കരഞ്ഞു എന്ന് മാത്രമില്ല, പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊട്ടി ചിരിച്ചപ്പോ സഹോദരങ്ങൾ ചോദിച്ചു, യൂസുഫിന് എന്താ വട്ടായോ? അടി കിട്ടുമ്പോ സാധാരണ കരയല്ലേ വേണ്ടത്. പക്ഷെ യൂസുഫ് എന്തേ കരഞ്ഞത്? ആ സമയത്ത് പറഞ്ഞു, അഭയം എന്നൊരു പൊട്ടിച്ചിരി തന്ന് അത് പാർത്ത് യഹൂദ തങ്ങളിൽ ചോദിച്ച് എന്റെ അവിടെ കാലത്തിന് ഉനെ ചിരിക്കേ. ഇടയിൽ സ്ഥിരമായ ഒരു സീറ്റ് ഇരിക്കുന്നുണ്ട്, ഒരു തേണ്ടാതെ ഇരിക്കും കാലമെറിയുന്നു, ഒരു തേരാപായ തേടാൻ ഏനില്ലെന്ന് മനതിൽ ഉരചീരുന്നാനാമുത്ത് ആഹിയെന്ന്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇവർ ചോദിക്കും, നിന്നെ അടിക്കുമ്പോ നീ എന്തിനാ ചിരിക്കുന്നത്? അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പൊന്നീക്കമാരെ, ഞാൻ ചിരിക്കാൻ ഒരു കാരണം, എന്തോ ഒരു രഹസ്യം എന്നിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. മാത്രമല്ല, നാളെ സുവലോക സ്വർഗത്തില് അള്ളാന്റെ കൈയൊന്ന് മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പിയുടെ നാദം കൊണ്ട് അലങ്കൃതമായ അടിവാരത്തിലൂടെ അരികുള്ള സ്വർഗീയ ആരാമത്തില് അള്ളാഹ്
അല്ലാഹു ഒരു സീറ്റ് ഉറപ്പിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്തോ ഒരു രഹസ്യം എന്നിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാ 10 സഹോദരങ്ങളെ അടിക്കുന്നു, ഇടിക്കുന്നു, തൊഴിക്കുന്നത് എന്നങ്ങോട്ട് പറഞ്ഞു. അള്ളാന്റെ കോടതിയിൽ എനിക്ക് നല്ലൊരു സീറ്റ്, എനിക്ക് നല്ലൊരു ഇടം കിട്ടും. കാരണം നിങ്ങൾ ഓരോ അടിയടിക്കുമ്പോഴും ആർക്കാണ് വേദനിക്കുന്നറിയോ? ഇക്കമാരെ, എന്നെയും നിങ്ങളെയും പടച്ച, എന്നെയും നിങ്ങളെയും പോയി വളർത്തിയ പിതാവിന്റെ മനസ്സാ വേദനിക്കുന്നത്. ആ മനസ്സ് വേദനിച്ചാൽ നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും മിക്കമാരെ. കുഞ്ഞു പൈതല് പറഞ്ഞപ്പോ യഹൂദയുടെ മനസ്സിൽ ചെറിയൊരു സിമ്പതി വരിക. യഹൂദ എന്ന് പറയുന്നൊരു സഹോദരനുണ്ട്. പക്ഷെ ഇവരുടെ വാക്ക് കേട്ടിട്ട് യൂസഫിനെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടതാ. അപ്പൊ യഹൂദ പറഞ്ഞു, പിന്നെ മതി, അടിച്ചത് മതി, ഇടിച്ചത് മതി, തൊഴിച്ചത് മതി. നമ്മൾ പരിധിയിൽ കൂടുതൽ യൂസഫിനെ നമ്മൾ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വേണ്ടട്ടോ, ഇനി വേണ്ട. ഇനി അങ്ങനെ വല്ലതും നമുക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ടെങ്കിൽ ഇവനെ നമുക്ക് ഒരിക്കലും കൊല്ലണ്ടടാ, സഹോദരങ്ങളെ കൊല്ലണ്ടടാ. ഇവന് മറിഞ്ഞിരുന്നാ പോരെ, ഇവന് മറ്റാരെങ്കിലും കൊണ്ടുപോയി വളർത്തട്ടെ. അപ്പോൾ പറ്റിയെടുത്ത് പൊളിത്തവർ നന്നേ കീടറിക്കൊള്ളേ ബലിത്തെ പിന്നെ മരുതകാലേ ബിയന്ന് ഭയത്തോടെ യേഹൂദാന്റെ പാദത്തെ ഉടനെ ചുറ്റി പിടിത്താൽ പോതേ അണ്ടലമിൽ വഹിയാലെ ഇറങ്ങി നിണ്ടുലകിൽ ഭരണക്കൊടി പൊങ്ങി കണ്ടിടുമേ നബിയെയുമെ പിന്നെ ഭയാൽ മാനം ദുഃഖി ചളുക വേണ്ട. യഹൂദ പറഞ്ഞു കുറച്ച് മയം യൂസുഫ് എന്ന് പറയുന്ന നമ്മുടെ കുട്ടിയോട് കാണിക്കടാ, ഇങ്ങനെ തല്ലടാ, അവൻ മരിച്ചു പോകും. ഇനി അവനെ കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ അത് വേണ്ട. നമുക്ക് ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവനെ നമുക്ക് ഒഴിവാക്കണോ? നമുക്കൊരു കാര്യം ചെയ്യാം. ആരും കാണാത്ത ആ പൊട്ടക്കിണറ്റിലേക്ക് അവനെ വലിച്ചെറിയല്ലേ നല്ലത്. ഒന്നല്ലെങ്കിൽ അവിടെ കിടന്ന് മരിക്കട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും കച്ചവടക്കാരെ കൊണ്ടുപോയി അവനെ വളർത്തട്ടെ. സുബ്ഹാനല്ലാഹ്, ആരെയാ കിണറ്റിലേക്ക് കൊണ്ടുപോയി എറിയുന്നറിയോ എന്റെ പ്രിയമുള്ളവരെ? ആരെയാ കൊണ്ടുപോയി എറിയുന്നറിയോ എന്റെ പ്രിയമുള്ളവരെ? വിശുദ്ധ ഖുർആനിൽ അഹ്സനുൽ ഖസസ്, ചരിത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ചരിത്രമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചരിത്രമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദം നബിയുടെ ചരിത്രം പറഞ്ഞ അല്ലാഹു, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ അല്ലാഹു, കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ അല്ലാഹു, ഒരുപാട് ലോകം കൊടുത്തുകൊണ്ട് പരീക്ഷിച്ച അയ്യൂബ് നബിയുടെ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ അല്ലാഹു, മത്സ്യക്കുഞ്ഞിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ അല്ലാഹു, അവിടെയൊന്നും അഹ്സനുൽ ഖസസ് എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചിട്ടില്ല. ഒരേ ഒരു ചരിത്രത്തിന്റെ മുമ്പിലാ അല്ലാഹു പറഞ്ഞത് ചരിത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ചരിത്രം, പാഠമുള്ള ചരിത്രം എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിനാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ളവരെ, ഇവര് 10 സഹോദരങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് എറിയാൻ താല്പര്യപ്പെട്ടു എന്ന് മാത്രമല്ല, ആ പൊട്ടക്കിണറ്റിലേക്ക് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോവുകയാണ്. മുളം 400 ആഴെന്ന 400ഓളം മുഴം ആഴം വരും. ശരിക്കണം 400ഓളം മുളം എന്ന് പറഞ്ഞാല് വല്ലാണ്ട് ഒരു അപാരമായ ഒരു കിണറ്റിലേക്ക് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തള്ളാൻ പോകുന്നത്. പയലാമിവൻ തന്നെ എന്നും തങ്ങളെ വീടലിന്നെ കോപത്തിലെ തങ്ങൾ തങ്ങള അവരാകെ ഉറച്ചിടയില്ല. അന്നെ കോപത്തിലൊരു നബിത പിന്ന നടുക്കി കെട്ടി കൈകാലുകൾ പിന്ന
തിന്ന ചെന്ന് കോപ്പായമോ ഇടുവാനേ തെങ്ങി ബീബിനെ ബീബിയുരിക്കണേ നടുക്കി കെള്ളി കൈകൾ പിന്ന ചെന്ന് കോപ്പായമോ ഇടുവാനേ തെങ്ങി ബീബിനെ ബീബിയുരിക്കണേ ആ കിണർ കുടിച്ചത് ശദ്ദാദ് ബിൻ ആസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് എന്നാണ് 400 മുഴം പോലെ ആഴമുണ്ട് എന്നും ചരിത്രത്തിൽ കാണാം. അതിലേക്ക് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിച്ചെറിയാൻ വേണ്ടി കിണറിന്റെ പരിസരത്തേക്ക് കൊണ്ടുവന്നു. ശംഖുൻ പറഞ്ഞു, പിതാവിനോട് എന്തെങ്കിലും ഒരു കളവ് പറയണമെങ്കിൽ, എന്തെങ്കിലും ഒരു നുണ പറയണമെങ്കിൽ, എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അതുകൊണ്ട് യൂസുഫ് നബിയുടെ കുപ്പായം ഊരാൻ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുപ്പായം അവർ ഊരി. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പൊന്നിക്കമാരെ, നിങ്ങൾ ഒരിക്കലും ഒരു കുപ്പായം ഊരല്ലേ, എന്നെ നിങ്ങൾ ഈ കിണറ്റിലേക്ക് ആഴിയുടെ ആഘാതങ്ങളിലേക്ക് വലിച്ചെറിയാ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവിടെ കിടന്ന് ഞാൻ എങ്ങാനും മരിച്ചാൽ നാളെ എന്റെ കഫം പുടമയായി അത് നിങ്ങൾ എന്റെ ശരീരത്തിൽ വെക്കണേ ഇക്കമാരെ. ആരെങ്കിലും ഞാൻ മരിച്ചത് കണ്ടാല് എന്റെ കഫം പുടവയായി എന്റെ കുപ്പായം ഇരിക്കട്ടെ ഇക്കമാരെ എന്ന് പറയുമ്പോഴും എന്നെ നിങ്ങൾ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു, പക്ഷേ എന്റെ ശരീരത്തിന് അടയാളമായി നാളത്തെ കഫം പുടവയായി എന്റെ കുപ്പായം നിങ്ങൾ ഊരല്ലേ. ആ ഒരു വിട്ടുവീഴ്ചയും മഹാനായ യൂസുഫ് നബിയോട് അവർ ചെയ്തില്ല. കുപ്പായം ഊരി എന്ന് മാത്രമല്ല, കുപ്പായം ഊരിയ പാടെ ഒരൊറ്റ തള്ളം കൊടുത്തു. തള്ളു കൊടുത്തു എന്ന് മാത്രമല്ല, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ കരഞ്ഞുകൊണ്ട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ ജിബ്രീൽ കണ്ടമലൻ വഹിയാൽ ഇറങ്ങി ഇണ്ടുലകെ ഭരണക്കൊടി പൊങ്ങി കണ്ടിടുമേ നബിയെ ഉളിപിങ്ങി പായാൽ മാനം പൂക്കി ചടുക വേണ്ട കരുണതർക്ക് വാഹിയുണ്ടായി ആകേറ്റി കയ്യാവരോട് അബിലാലേ കീണറാക കേണിത്ത് താത്തി അപ്പള് വിട്ടിടബേ നബിയാർ വസനിത്തെ വെത്തുമി ബാവയുടെ അരുകത്ത് എത്തിടും പോനത് ദശകത്ത് കൽബിൽ നീലേ കാണേ ഓസിയത്താമേ അരിമപ്പോനെ യൂസുഫ് ഇവ ചൊല്ലി മൂടിയുമുനെ അരിശത്താൽ കൂതിത്തെ ബന്ദിയുടെ ശംഊന ഉടനെ വെട്ടി കബിൽ മുറിത്തപ്പോഴതുണ്ട് വിട്ടിഴിവായി ജിബിരിൽ ഉരതുണ്ടും കഷ്ടമുമായി കണവായിടുമുണ്ട് ആറ്റ തരുളാരെ ഭയം ഇടണ്ട. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോൾ എന്താണ് ഉറങ്ങിയിരിക്കരുതാരും, നന്നായിട്ട് ആവേശത്തോടുകൂടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി എന്ന് മാത്രമല്ല, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വളരെ താഴ്മയോടുകൂടി അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഇരുത്തി. അതാണ് മഹാന്മാരായ പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു കഴിവ്. എവിടെയാണോ വിളിക്കുന്നത് അവിടെ ജിബ്രീൽ എന്ന മാലാഖ ഇറങ്ങുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൂടെ സ്വർഗ്ഗത്തിൽ പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പരിപാടിക്ക് വേണ്ടി ഒരു സഹോദരിയുടെ ഉപ്പയുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാകാൻ വേണ്ടി മകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരി സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ മുറാദും ഹാസിലാകാൻ ഒരു സഹോദരി 313, ഉപ്പയുടെ അസുഖം മാറാൻ ഒരു സഹോദരി, SSLC പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടി ഒരു കുട്ടി 313, എന്റെ കാലിന്റെ വേദന മാറാൻ ഒരു സഹോദരി, അതുപോലെ ഹജ്ജിന് പോകാൻ വിസ കിട്ടിയിട്ടുണ്ട്. നല്ല വിസ നല്ല
രീതിയിൽ ഹജ്ജിന് പോയി തിരിച്ചു വരാൻ വേണ്ടി, കണ്ണിന്റെ കാഴ്ച നല്ലവണ്ണം ശരിയാകാൻ വേണ്ടി, അതുപോലെ ഭർത്താവിന്റെ ജോലി ശരിയാവാൻ വേണ്ടി ഒക്കെ ഒരുപാട് സംഭാവനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 10:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സത്യത്തിൽ ഇന്നലെ മുതൽ ഇന്ന് വരെ ഒരു അരമണിക്കൂറിന് മുകളിലൊന്നും ഉറങ്ങിയിട്ടില്ല എന്ന് എന്റെ വിശ്വാസം. അറിയാതെ ഉറങ്ങിപ്പോകുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏകദേശം 10:45 സമയമായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി പാടിയിട്ട് നിർത്തലെന്ന് നമുക്ക് സദസ്സ് സമ്മതം തന്നോ? റെഡിയല്ലേ? ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞാണി. എന്താ അത് പള്ളിക്കാട്ടേക്ക് സലാം പറഞ്ഞു? അസ്സലാമു അലൈക്കും. പള്ളിക്കാട്ടേക്കല്ല സലാം പറഞ്ഞു, മടക്കി. അല്ലാഹു നമ്മുടെ ഇരുത്തവും നമ്മുടെ സംസാരവും കേട്ടതും ഒരു സ്വാലിഹായ അമലായി അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് നാളെ നമുക്ക് 7 മണിക്ക് കൃത്യം തുടങ്ങിക്കൂടെ? 7 മണിക്ക് തുടങ്ങിക്കൂടെ? മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞുടനെ അല്ലേ? നാളെ ഇന്നത്തെ പോലെ ഒരു ചടങ്ങുകളുമില്ല, ദഫുമില്ല, ഉദ്ഘാടനമില്ല, ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മിസ്രിലെ മാണിക്യം ഇനിയല്ലേ ആരാ എന്നറിയോ? മഗ്‌രിബ് കിട്ടയെന്നേ സുന്ദരിയായ ആരാ യൂസുഫ് നബി മോഹിച്ചതാരാ? ആരാ? ഫാത്തിമ ബീവിയോ? അങ്ങക്ക് എന്താ ചരിത്രം അറിയാപ്പോ? റസാഖ് സാഹിബേ, യൂസുഫ് നബിനെ മോഹിച്ചത് ഫാത്തിമ ബീവി അത്ര. തലഞ്ഞിപ്പാടത്തെ മാണിക്കക്കല്ലിൽ നിങ്ങൾക്ക് അതുകൂടി അറിയില്ലേ? ആരാ മോഹിച്ചത്? മിസിരിന്റെ കഥ പറഞ്ഞാട്ടെ, മുഹബത്തെ സുലൈഹത്തു ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി പോയി. ഇഷ്കത്തിക്ക് യൂസുഫിനോട് ഇഷ്ക തിങ്ങി നിന്നില്ലേ, മുഞ്ചിൽ മികച്ച പ്രവാചകനേറ്റം പുഞ്ചിരി കൊണ്ടുവലച്ചില്ലേ. അത്തിര തൂതരൊഴിഞ്ഞകലുമ്പോൾ സുന്ദരി ചെന്ന് വിളിച്ചില്ലേ. പ്രേമിക്കാതെ പോവല്ലേ, ഈ പ്രേമം വിട്ടുകളയല്ലേ. അസ്രമുള്ള മണം വീശം കാറ്റേ വന്ന് മിസിരിന്റെ കഥ പറഞ്ഞാട്ടെ, മുഖമൊത്തി സുലൈഹത്തു ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂങ്ങി. ഇപ്പൊ മനസ്സിലായോ ആരാ യൂസുഫ് നബി സ്വപ്നം കണ്ടത്? ആരോടപ്പ അത് പറയുന്നത്? ആരെ കണ്ടത്? സഹോദരന്മാരാണെങ്കിൽ ഇവിടുന്ന് കാണൂല, 2 ലൈറ്റ് മൊത്തം കടിച്ചിട്ട്. ഓരോടെങ്കിലും ചോദിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായോ ആരെയാ? അതിന്റെ നല്ല ശുഭമുഹൂർത്തങ്ങളെയാണ് നാളെ നമുക്ക് പറയാനുള്ളത്. ഇവിടെ നോക്കണം നിങ്ങൾ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു മയമോ ഒരു എളിമയോ ഒരു വിനയമോ ഇല്ലാതെ ആ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് മാത്രമല്ല, അതാ ജിബ്രീൽ എന്ന മാലാഖ ഇരു കൈകളും കൊണ്ട് ആ യൂസുഫ് നബിയെ സ്വീകരിച്ച് കിണറ്റിലിരുത്തി. സ്വീകരിച്ചിരുത്തിയെന്ന് മാത്രമല്ല, പ്രിയമുള്ളവരെ, നമുക്ക് മഹാനായ യാക്കൂബ് നബിയുടെ അവസ്ഥ എന്തെന്ന് നോക്കാം. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയത് മുതലേ വല്ലാണ്ട് വേദനയാണ്, വല്ലാണ്ട് സങ്കടമാണ്. ഉടനകാമി എടുത്തു ചൊന്നേ കരുണറപ്പോ അതിനെ വാങ്ങി കരഞ്ഞ കവി കലങ്ങി തീ പോതി പനികളെ ഉടനാകാമി എടുത്ത് ചൊന്നേ കരുണറപ്പോ അതിനെ വാങ്ങി കരഞ്ഞ ചിന്ത കലങ്ങി തേങ്ങി പരമാദൂത നബി കാണിത്തെ ബഹുമാഗാമി സിനിമാണത്തെ സൂറത്തായ ചിരിത്തെ പിന്നെ ദുരിതത്തോടെ പനികളെ ചൊന്നേ ഉരത്തെ പോത് പനികളെ ഉടനാകാമി എടുത്തു ചൊന്നേ
അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുപ്പായം ഊരിയെന്ന് മാത്രമല്ല, ഈ ഇക്കമാര് സഹോദരങ്ങള് അതാ ഒരു തന്ത്രമൊപ്പിക്കുകയായി. എന്റെ പ്രിയമുള്ളവരെ, ഒരു ആടിനെ അറുത്തിട്ട് അതിന്റെ രക്തം ഈ കുപ്പായത്തിൽ കമീസിൽ ഇങ്ങോട്ട് പുരട്ടി. എന്നിട്ട് കമീസിൽ പുരട്ടി എന്ന് മാത്രമല്ല, കാട്ടിൽ നിന്ന് യൂസഫ് നബിയെ തന്റെ പൊന്നുമകനെ ചെന്നായ പിടിച്ചു എന്ന് വരുത്തി തീർക്കാൻ അതിൽ മുഴുവനും ആടിന്റെ രക്തം അവര് പൂശുകയാ. എന്നിട്ടതാ യാക്കൂബ് നബിയുടെ സമീപത്തേക്ക് ആ രക്തത്തിൽ പുലർന്ന കുപ്പായവും പേരിക്കൊണ്ട് അവർ ചില നുണക്കഥകളൊക്കെ പറഞ്ഞു വരുത്തി നെഞ്ഞത്തൊക്കെ അടിച്ച് കള്ളക്കരച്ചിലുമായി 10 സഹോദരങ്ങൾ വരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പോയ മുതൽ സങ്കട കണ്ണീരിലായിരിക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദൂരത്ത് നോക്കുമ്പോ എന്റെ 10 സഹോദരങ്ങളും ഈ ആടിന്റെ രക്തത്തിൽ പുലർന്ന കുപ്പായവും പേരിക്കൊണ്ട് നമ്മുടെ യൂസുഫിനെ ചെന്നായ കടിച്ചു, യൂസുഫിനെ ചെന്നായ ഭക്ഷിച്ചു, ഉയർത്തി പോകേ പണികളെ ഉടനകമീ എടുത്തു ചൊന്നീ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ ഊരിയ കുപ്പായം യാക്കൂബ് നബിയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, യൂസുഫിനെ നമുക്ക് കിട്ടിയില്ല പിതാവേ, അവന്റെ കുപ്പായം മാത്രമാ കിട്ടിയത്. അപ്പോഴോ സുറത്താലേ പിന്നെ ഉരീമത്തോടെ ഭനകളെ ചൊന്നേ പിതാവേ എന്നേ വലിയ ആജ് എമേ കാണുന്നേ ആളോത് നിങ്ങൾ ചിരിക്കുന്നല്ലോ അത് പിരാന്തി യോസേഫാണല്ലോ. ഈ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുപ്പായം യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വാങ്ങി. എന്നിട്ടോ പരമദുഃഖം നബി കാണിത്ത് ബഹുമഖമിസിനെ മണത്ത് ഈ തന്റെ യൂസുഫ് നബിയുടെ ആ കുപ്പായം തന്റെ ശരീരത്തിലേക്ക് എടുത്തു എന്ന് മാത്രമല്ല, സൂറത്താലേ ചിരിത്തു പിന്നെ പണികൾ ചൊന്നേ ബലിമയേറും പിതാവേ നിന്നെ വലിയ ഹാജമേ കാണുന്നേ. ആളോട് നിങ്ങൾ ചിരിക്കുന്നല്ലോ അത് പിരാന്തി യോസേഫാണല്ലോ. മോളിന്റെ ബാവാ കനിന്റെ ദമ്മ മുഷിപ്പ് മോത്തേ ആളോട് ഹമ്മ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുപ്പായം യാക്കൂബ് നബിയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തപ്പോ യാക്കൂബ് നബി അത് സന്തോഷത്തോടു കൂടി വാങ്ങി. കാരണം എന്തെന്നറിയോ, തന്റെ പൊന്നമോനെ ഉപയോഗിച്ച കുപ്പായമെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ അതിന് മുത്തിമണക്കുകയാ. പക്ഷേ ഇക്കമാര് ഐഡിയ ഉണ്ടാക്കുമ്പോ, പ്ലാൻ ഉണ്ടാക്കുമ്പോ അവരുടെ പ്ലാൻ എല്ലാം ചീറ്റി. കാരണം എന്താണ്? യൂസുഫ് നബിയെ ഭക്ഷിച്ചത് ചെന്നായാണല്ലോ. ഒരിക്കലും യൂസുഫ് നബിയുടെ കുപ്പായം ഊരി വെച്ച് ചെന്നായ ഭക്ഷിക്കൂല. മാത്രമല്ല, രക്തത്തിന്റെ കറ കണ്ടപ്പോ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പൊട്ടി ചിരിച്ചു. പൊട്ടി ചിരിച്ചപ്പോ തന്റെ മറ്റു മക്കൾ പറഞ്ഞു, പിതാവിന് വട്ടായിട്ടാ. യൂസുഫ് പോയ സങ്കടത്തില് നമ്മുടെ പിതാവിന് വട്ടായിട്ടുണ്ട്. അത് പിരാന്തി വസുഫാണല്ലോ. ഈ ചിരി ഭ്രാന്തിന്റെ ലക്ഷണം. നമ്മൾ പരിധി കൂടുതൽ ചിരിച്ചാ പറയില്ല, അണക്കന്റെ ചെറിയൊരു മൂച്ചി ഭ്രാന്ത് കയറിയിട്ടുണ്ട് പറയാറില്ലേ? പറയാറുണ്ട്. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ചിരിച്ചെന്താ പറയാ, അമാനിക്കേ ചെറുതായിട്ടൊന്ന് വന്നിട്ട് അങ്ങനെ പറയും. പക്ഷേ ഇവിടെ യാക്കൂബ് നബി അലൈഹിസ്സലാം ചിരിച്ചപ്പോ മക്കൾ ചോദിക്കുകയാണ്, പിതാവേ യൂസുഫിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തേ ചിരിച്ചത്? ആ സമയത്ത് പറഞ്ഞു, പൊന്നുമക്കളെ, നോണ നിങ്ങൾക്ക് എന്നോട് പറയാം, പക്ഷെ ഇമ്മാരി നോണ എന്നോട് പറയണ്ടോ.
എന്തേ ചെന്നായ ഭക്ഷിക്കുമ്പോ യൂസഫിന്റെ കുപ്പായൊക്കെ അവിടെ ഊരി വെച്ചിട്ടാ കര കഴിച്ചതില്ലേ ഓടാവട്ടന്മാരെടുത്ത്. അപ്പോഴാണ് ഇവർ ആലോചിച്ച് നോക്കിട്ടാ പണി പാളി. നിങ്ങൾക്ക് എന്തോ ഒന്ന് ഉറക്കം വരുന്നുണ്ടല്ലേ? നോക്കൂ മുപ്പേർക്ക് ഉറക്കം വരുന്നുണ്ട്. ഇവിടെ ചിരിച്ചു മാത്രമല്ല, യാക്കൂബ് നബി ചോദിക്കുന്നു, അല്ല ഈ കുപ്പായം ൂരിയിട്ടാണോ ചെന്നായ ഭക്ഷിച്ചത്? അപ്പൊ പറഞ്ഞു, അല്ല പിതാവേ, ചെന്നായ ഭക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? പുതിയൊരു കഥ ഇത് മതിയതിൽ അതിശയം കളവുകൾ കുലത്തിടയിൽ നീരും പോതുടൻ മരിത്തിന് ബിയാരും ബനികളിൽ ബിരുത്തി സർപ്പേരോ മുഷിബതി പുതിയൊരു കഥ ഇത് മതിയതിൽ അതിശയം ഭവിത്തിയനിൽ നേരോ കളവുകൾ കുലത്തിടയിൽ നീരോ പദത്തിലന്നവർ ഉറത്ത യൂസുഫ് ഭുജിത്തതി അബദിന ഇത് ദിനം പിടിത്തമൈ ഉടനാ ഉമതുടെ പരിചപത്തിലെ മുഖം വരുത്തിടമതി പൊടുതൊരത്തിടും മൊഴിന ഇത് വിധം തിരിതി പതിനാ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ രൂപവും ഭാവമൊക്കെ കണ്ടപ്പോ യാക്കൂബ് നബി പൊട്ടിച്ചിരിച്ചു മാത്രമല്ല, പറഞ്ഞു, കുഞ്ഞു മക്കളെ, നിങ്ങൾക്ക് നുണയൊക്കെന്നോട് പറയായിരുന്നു, പക്ഷെ ഒക്കണ നുണ പറയായിരുന്നു കേട്ടോ. ഒക്കണ നുണ പറയായിരുന്നു. അപ്പൊ മക്കള് പറഞ്ഞു, അല്ല പിതാവേ, സത്യമാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി യൂസഫിനെ ഭക്ഷിച്ച നായനെ കൊണ്ടുവരണോ, ആ ചെന്നായനെ കൊണ്ടുവരണോ? അതിനും ഞങ്ങൾ ഒരുക്കമാണ്. ഈ 10 മക്കളിന്റെ പ്രിയമുള്ളവരെ യാക്കൂബ് നബിയെ ബോധിപ്പിക്കാൻ കാട്ടിലേക്ക് വീണ്ടും ചെന്നു. കന്നാൻ എന്ന് പറയുന്ന പ്രദേശത്ത് മുഴുവനും അവരരിച്ചു വെറുക്കി. അപ്പോഴാണ് ക്ഷീണിച്ച് തളർന്ന വാടിയ മുഖമായ ഒരു ചെന്നായ, ഒരു നായ ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോ ഇവരെന്തേ ചെയ്തത്? അതിനെ പിടിച്ചു കൊണ്ടുവന്നു യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതാ ഈ ചെന്നായാണ് ഭക്ഷിച്ചത്. അപ്പോഴും യാക്കൂബ് നബി അലൈഹി സ്വലാം പൊട്ടിച്ചിരിച്ചു. കണ്ടോ, അത് ഉണങ്ങി തൂങ്ങിയ ഒരു ചെന്നായ. ഇതെന്തായാലും എന്റെ യൂസഫിനെ ഭക്ഷിക്കൂല, ഒരിക്കലും ഭക്ഷിക്കൂല. സഹജനെ തേടി അൻഫാലെ കനാനിൽ വന്ന് ഞാൻ കൂടി താഫിത്തോ ബജാതെ നെ തേടി സിറത്തോ ശരമം ഭാവിത്തെന്ന വാർത്താവജത്തോ ജീവൻ പീഡഞ്ഞാതെ കേട്ട് മുതൽക്ക് തീരാമുഷിപ്പൊള്ളിൽ ഏറ്റേ താടിക്ക് കൂടി തീരുമാറ്റേ സനത്തിൽ പേട്ടേ കിടക്കുമ്പോൾ ഭാവികൾ വന്നേ ചുറ്റി പിടിത്തന്നെ കെട്ടിക്കൊണ്ടിന്നേ പിന്നെ ചേർത്തി അടവെ കോലക്കെട്ട് എന്നിൽ ചുമത്തി ചാറ്റുന്ന പോലായിന നീയേനക്ക് തണിയവനോടോ ആവോ നീരക്ക് ഭാവികളെന്നൊത്ത ചെന്നായി പിന്നും അവയോടും ഈ ചെന്നായെ യാക്കൂബ് നബിയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് മക്കള് പറഞ്ഞു, പിതാവേ, ഈ ചെന്നായാണ് മഹാനായ യൂസുഫിനെ ഭക്ഷിച്ചത്. ആ സമയത്ത് നോക്കണം, നിങ്ങൾ ഒട്ടിയ വയറുമായി നിൽക്കുന്ന ചെന്നായ പറഞ്ഞു, അല്ല നബിയേ, ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല തിരുദൂതരെ. അബി കടന്ത് എൻ സഹജനത്തേടി. എന്റെ നാട് ഇതൊന്നുമല്ല, ഞാൻ വിദൂരത്ത് താമസിക്കുന്ന ഞാനാണ്. പക്ഷേ എന്റെ കൂടപ്പറമ്പ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ സ്നേഹിതൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് എന്റെ കൂടപ്പിറപ്പ് ഈ കനാൻ എന്ന് പറയുന്ന പ്രദേശത്തുണ്ട് എന്നൊരു വിവരം കിട്ടിയപ്പോ അവൻ അന്വേഷിച്ചു പോന്നതാ. ഈ ചെന്നായുടെ ഒരു കൂട്ടുകാരൻ, വേറൊരു ചെന്നായ നാട്ടിൽ നിന്ന് എങ്ങനെയൊക്കെ മിസ്സിംഗ് ആയിട്ടുണ്ട്. അപ്പൊ ഈ കന്നാൻ എന്ന് പറയുന്ന പ്രദേശത്തെ കാട്ടിലുണ്ട് എന്നറിഞ്ഞപ്പോ
ആ കൂട്ടുകാരനെ തേടി പോന്നതാണ്. ജീവൻ വീടിഞ്ഞത് കേട്ട് തടിക്കേ. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നല്ല ശരീരം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ടു പോയ വിഷമത്തിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, കുടിയില്ല, കുളിയില്ല, തീനില്ലാതെ ഞാൻ ഇങ്ങനെ വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കട്ട. ഞാൻ ഈ ഒരു രൂപത്തിലാകപ്പെട്ടത്. ഒരിക്കലും നിങ്ങളെ മകനെ ഞാൻ ഭക്ഷിച്ചിട്ടില്ല, ഒരിക്കലും നിങ്ങളെ മകനെ ഞാൻ ഭക്ഷിച്ചിട്ടില്ല. യാക്കൂബ് നബിയോട് പറഞ്ഞു, ഒരു നായക്കുള്ള സ്നേഹം പോലും ഒന്നും മനുഷ്യർക്കില്ല. ഉണ്ടോ നിങ്ങൾ പറഞ്ഞാണി? ഉണ്ടോ? കൂടപ്പറപ്പുകൾ തമ്മിൽ സ്നേഹമില്ല, ഭാര്യ ഭർത്താവിനോട് സ്നേഹമില്ല, മക്കൾക്ക് സ്നേഹമില്ല, സഹോദര സഹോദരിമാർക്ക് സ്നേഹമില്ല, ബഹുമാനമില്ല, ഉസ്താദന്മാരോട് ആദരവില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അല്ലാഹു റസൂൽ പറഞ്ഞത്, അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ യബ്തലിഹുല്ലാഹു തആല ബിസലാസിൻ ബലിയാ, മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതാണ് പരീക്ഷണം നാളെ പറയാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ യാക്കൂബ് നബിയോട് ഈ നായ സങ്കടം പറഞ്ഞു മാത്രമില്ല, ഒരിക്കലും അങ്ങയുടെ മകനെ ഞാൻ ഭക്ഷിച്ചിട്ടില്ല, നിങ്ങളുടെ മക്കളാണ് പാപികള്, നിങ്ങളുടെ മക്കളാണ് അത് ചെയ്തത്. ഇതും പറഞ്ഞിട്ട് നായ അങ്ങോട്ട് പറഞ്ഞു വെച്ചു, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ വെള്ളവും സ്വർഗീയ പാനീയവും ആസ്വദിച്ചുകൊണ്ട് ആ കിണറ്റിൽ അങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. കേമമായ മോഹം ഏറെ ശ്യാമ കൊള്ളേ സാഫറാ, ദേശം എത്തിയന്ന് മായില സുന്ദര ഈടാവിനെ നിനന്ദ വാനം പാരല ഒട്ട് നേരം ഭൂമിക്കൊള്ളെ നോക്കി അന്ത നേരമേ ഊക്കിൽ കേട്ടോരേ വിളിയ മാലിക്കേ നീ പാരുമേ എട്ട് ഒന്ന് കൊല്ലമീനി വിട്ട് പോണം പാരുവ എന്ന് കേട്ട് ആശിക്കായി അന്നാള് വന്ന് ചേരുവ കിട്ടുമെന്നൂരത്ത് പോതിൽ മാലിക്കും താക്കബറ കേമമായ മോഹമേറി ശ്യാമ കൊള്ളേ സാഫറാ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ സുഖാനുഭൂതികളും ആസ്വദിച്ചുകൊണ്ട് ആ കിണറിൽ കിടക്കുകയും ആ ഭാഗം അവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് മറ്റൊരു ഭാഗത്തിലേക്കാണ്. ഇബ്രാഹിം നബിയുടെ ആ പരമ്പരയിൽപ്പെട്ട മാലിക് ബിൻ ദഅർ എന്ന് പറയുന്ന ഒരു പൗരപ്രമാണി ഒരു സ്വപ്നം കാണുകയുണ്ടായി. എന്താണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം? ഒരു അടിമയെ തനിക്ക് കിട്ടുമെന്നും കൻആൻ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് എന്നും ആ അടിമ മുഖാന്തരം തനിക്ക് ഒരുപാട് ഉന്നതമായ പദവി നേടാൻ കഴിയുമെന്നും തന്റെ ഇഷ്ടത്തിനൊത്ത ഒരു അടിമയാകുമെന്നുമുള്ള ആ ഒരു സ്വപ്നം മഹാനായ മാലിക് ബിൻ ദഅർ കാണുകയും ആ ഒരു അടിമയെ അന്വേഷിച്ചുകൊണ്ട് കൻആൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്ന ഭാഗത്ത് ഇൻഷാ അല്ലാഹ് ചരിത്രം ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നാളെ ബാക്കി പറയുവാനും പാടുവാനും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിണറിൽ നിന്ന് എങ്ങനെയാണ് മോചനമാകുക, അതുപോലെ സുലൈഖ ബീവിയെ എങ്ങനെയാണ് കാണുക, എങ്ങനെയാണ് മിസ്രിന്റെ അധികാര പദവി മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുക്കുക, നാളെ പറയാൻ പാടാൻ ജഗന്നിയന്താവായ സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ചെറുതായി ഒന്ന് ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പിരിഞ്ഞു പോകാം. നാളെ കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ പരിപാടി തുടങ്ങും. മറ്റൊരു ആമുഖ പ്രഭാഷണങ്ങളോ മറ്റൊരു സംഭവങ്ങളോ ഇല്ല. കൃത്യം 10:30 മണി വരെ 7, 8, 9, 10:30 3.5 മണിക്കൂർ ഇൻഷാ അല്ലാഹ് നമുക്ക് ആവേശത്തോടു കൂടി നാളെ കഥ പറയണം. ഇന്ന് ശാരീരികമായിട്ട് കുറച്ച് ക്ഷീണമുള്ളത് കൊണ്ട് ആവേശം പോലെ പറയാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മംഗലാപുരത്ത് നിന്ന് കർണാടക എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലായിരുന്നു ഇന്നലെ പരിപാടി. ഇൻഷാ അല്ലാഹ് നാളത്തെ പരിപാടി കഴിഞ്ഞാൽ മറ്റന്നാൾ തന്നെ ഫറൂഖിനടുത്ത് കോട്ടപ്പാടം എന്ന് പറയുന്ന പ്രദേശത്ത് പറന്നു വന്ന സിംഹാസനം എന്ന് പറയുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമൊക്കെ പറയാനുണ്ട്. അതുകൊണ്ട് ഒഴിവില്ലാതെ ഗ്യാപ്പ് ഇല്ലാതെ ഡേറ്റ് കൊടുത്തത് കൊണ്ട് ചെറിയ ക്ഷീണത്തിലുണ്ട്. എന്നാലും നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശാലമായിട്ട് പറയാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം